റമദാനിലെ നോമ്പ് പിടിച്ചു വീട്ടാൻ ഉണ്ടായിരിക്കെ പെട്ടെന്നുള്ള അസുഖമോ മറ്റു അത്യാവശ്യങ്ങൾ കടന്നു വരികയോ അല്ലെങ്കിൽ മറ്റു അത്യാവശ്യ കാര്യങ്ങൾക്കായി വേണ്ടി നേർച്ചയാക്കിയ നോമ്പ് പിടിക്കുന്നതിൽ കുഴപ്പമുണ്ടോ? അത് നേരത്തെ നമ്മളൊരു മറുപടി പറഞ്ഞതിൻ്റെ ഇടയിൽ പറഞ്ഞു. റമദാനിലെ നോമ്പ് നോറ്റുവീട്ടാൻ ഉണ്ടെങ്കിൽ ശവ്വാലിലെ 6 നോമ്പ് അവർ നോക്കരുത്. കാരണം റമദാനിൽ ബാക്കിയുണ്ടെങ്കിലേ ഇത് ആകുള്ളൂ, 6 നോമ്പ് ആകുള്ളൂ. അതല്ലാത്ത ബാക്കിയുള്ള നോമ്പുകളൊക്കെ അവർക്ക് നോക്കാവുന്നതാണ്. ഇപ്പം മുഹറം 9, 10 അതവർക്ക് നോക്കാവുന്നതാണ്. ദുൽഹിജ്ജ മാസം വരികയാണെന്നുണ്ടെങ്കിൽ ദുൽഹിജ്ജ 9-ന് അറഫാ ദിനം നോമ്പ് അവർക്ക് നോക്കാവുന്നതാണ്. ഇങ്ങനെയുള്ള നോമ്പുകൾ, സുന്നത്ത് നോമ്പുകളൊക്കെ അവർക്ക് നോൽക്കാവുന്നതാണ്. എന്നാൽ ഈ ശവ്വാലിലെ 6 നോമ്പിൻ്റെ വിഷയത്തിൽ മാത്രമേ അത് റമദാൻ കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം നോൽക്കുക എന്ന് പറയുന്നതുള്ളൂ എന്ന് മനസ്സിലാക്കുക. അല്ലാഹു അലം. അപ്പോൾ ഈ നേർച്ചയായ നോമ്പ് ഒക്കെ നോറ്റുവിട്ടാവുന്നതാണ്. മാത്രമല്ല ഈ നേർച്ചയെക്കുറിച്ച് പറയുമ്പോൾ ഈ നേർച്ച സ്വയം ഒരു ബാധ്യതയായിട്ട് ഏറ്റെടുക്കുന്നതാണ് ഇസ്ലാമിൻ്റെ അതൊരു കാഴ്ചപ്പാട് കൂടി ഒന്ന് പറഞ്ഞാൽ നന്നാവും. ഇത് നേർച്ചകൾ പൊതുവെ അത് സ്വതക്കയാകട്ടെ മറ്റേ ഇബാദത്തുകളാകട്ടെ എല്ലാം നേർച്ച നേരാതെ നമ്മൾ ചെയ്യുക എന്നതാണ് അതിൻ്റെ പുണ്യം. നേർച്ച നേർന്നാൽ അത് നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് തന്നെ നമ്മളൊരു ബാധ്യത ഉണ്ടാക്കിയിട്ട് ഇനി എങ്ങനെയെങ്കിലും ഇത് നോറ്റ് വീട്ടണമല്ലോ, അല്ലെങ്കിൽ ചെയ്ത് തീർക്കണമല്ലോ, അല്ലെങ്കിൽ കൊടുത്തൊഴിവാക്കണമല്ലോ എന്ന നിലക്ക് അതൊരു ബാധ്യതയായി നിർബന്ധമാക്കിയിട്ട് കൊടുക്കുക എന്നതല്ല അതിൻ്റെ പുണ്യം. നേർച്ച കൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണവും ലഭിക്കുകയില്ല. അത് നമുക്ക് തോന്നുകയാണ് നേർച്ചയാക്കിയാൽ അതിൻ്റെ ഗുണം ഇങ്ങനെ ചെയ്യും, നേർച്ചയാക്കിയാൽ ഇങ്ങനെ കിട്ടും. അങ്ങനെയല്ല. നമ്മൾക്ക് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ആർക്കെങ്കിലും വല്ലതും നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് കൊടുത്തിട്ട് നമ്മൾ അത് മുൻനിർത്തിക്കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോൾ നമ്മൾ ഒരു ദാനധർമ്മം ചെയ്യണം, അല്ലെങ്കിൽ ഒരു ദിവസത്തെ നോമ്പെടുക്കുകയാണ്, എന്നിട്ട് നമുക്ക് അത് മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവേ എൻ്റെ രോഗം സുഖപ്പെടുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ ദിവസത്തെ ഞാൻ നോമ്പെടുത്തിട്ടുണ്ട്, അള്ളാഹു നിൻ്റെ വജുഹ് ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞാനത് ചെയ്തത്, അതുകൊണ്ട് ഈ ഒരു സൽക്കർമ്മം എന്നിൽ നിന്ന് നീ സ്വീകരിച്ച് എനിക്ക് എൻ്റെ അസുഖം എന്നെ ഭേദമാക്കി തരണം എന്നൊക്കെ പറഞ്ഞിട്ട് അത് മുൻനിർത്തിക്കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എന്നല്ലാതെ എൻ്റെ രോഗം സുഖപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ 2 നോമ്പെടുക്കും അല്ലെങ്കിൽ 3 നോമ്പെടുക്കും, അപ്പോൾ രോഗം സുഖപ്പെട്ടാൽ ഇനിയിപ്പോൾ എന്താ നോറ്റ് വീട്ടല്ലാതെ നിവൃത്തില്ലല്ലോ എന്ന നിലയ്ക്കൊരു നിർബന്ധ ബാധ്യതയായിട്ട് നോറ്റ് വീട്ടേണ്ടതല്ല. നമ്മളൊരു നല്ല കാര്യമായി നിർവഹിച്ച് ചെയ്യേണ്ടതാണ് യഥാർത്ഥത്തിൽ കാര്യങ്ങൾ. പൊതുവേ നേർച്ചയെ പറ്റിയ ആളുകൾക്ക് വലിയതാണ്, നേർച്ച ചേർന്നാൽ അത്ര കിട്ടും ഇത്ര കിട്ടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞത് പിശുക്കൻ്റെ പോക്കറ്റിൽ നിന്ന് എന്തെങ്കിലും താഴെ പുറത്തേക്ക് ഇറങ്ങും എന്നല്ലാതെ അതുകൊണ്ട് വേറൊരു അള്ളാൻ്റെ ഖളായിൽ ഒരു മാറ്റം വരുത്തൂല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ നന്നായി പ്രാർത്ഥിക്കുകയാണെങ്കിൽ അതിന് ഫലം കിട്ടും. അപ്പോൾ പ്രാർത്ഥനയാണ് ചെയ്യേണ്ടുന്നത് എന്നർത്ഥം.